ഹലോ, ഇന്നത്തെ നൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ പിള്ളേർ വെക്കേഷൻ നിൽക്കാൻ വന്നിട്ട് പിള്ളേരെയും കൊണ്ട് എവിടെയും പോകാൻ വേണ്ടി പറ്റിയില്ല. ഓരോ കാര്യങ്ങൾ, കല്യാണ തിരക്കും പിന്നെ ഇച്ചതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് എന്തായാലും രാത്രി ഞങ്ങൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിട്ടോ. അപ്പോൾ ആദ്യം പോയത് സ്കൂളൊക്കെ തുറക്കല്ലേ, കുഞ്ഞിനൊരു ബാഗ് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതാട്ടോ. അങ്ങനെ ബാഗ് നോക്കാൻ വേണ്ടി പോയി കുറച്ച് സമയം എടുത്ത് കുഞ്ഞൊരു ബാഗൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയെന്നാണ് പറഞ്ഞത്. അവൾക്ക് കളറ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ സംഭവം നല്ല ബാഗാണ്. എന്നാൽ പിന്നെ അത് എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ബാഗ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ വേണ്ടത് കുഞ്ഞെന്ന് വെച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു ഒരു ബോക്സും കൂടി മതിയെന്ന്. ബാഗ് എടുക്കുന്നതിനേക്കാളും സമയം വേണ്ടി വന്നു കുഞ്ഞിനൊരു ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ബോക്സും എടുത്ത് നോക്കിയിട്ട് കുഞ്ഞ് ലാസ്റ്റ് ഒരു പൗച്ചും കൊണ്ട് വന്നു. ഏകദേശം അവളുടെ ബാഗിൻ്റെ കളറാണ്. ഇത് മതിയെന്നാണ് പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ വകയായിട്ട് കുറച്ച് കൂപ്പൺ കിട്ടി. എന്നാൽ പിന്നെ അതും എഴുതിയിടാമെന്ന് വിചാരിച്ചു. കിട്ടുകയാണെങ്കിൽ ഒരു സൈക്കിളാണ്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും 9-10 മണിയായി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു മന്തിക്ക് അങ്ങ് ഓർഡർ എടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഇവിടെ ഓരോരുത്തർക്ക് ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം എന്തായാലും 10 മണിയാവാനായി. പിന്നെ ഫുഡിന് വേണ്ടി ഒരു 10-20 മിനിറ്റ് വെറുതെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലീവ് കുട്ടിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങി. അപ്പം പെട്ടെന്ന് അങ്ങ് ഉറക്കാനൊന്നും പറ്റൂലല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കണ്ടേ. അങ്ങനെ ലീവ് കുട്ടീൻ്റെ ഉറക്കം മാറാൻ വേണ്ടി കുറച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പുറത്ത് ലൈറ്റൊക്കെ കാണിച്ചു തന്നപ്പോഴേക്കും നല്ല ചൂടോട് മന്തി വന്നു കേട്ടോ. വിശപ്പധികം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചൂടോടുള്ള മന്തി കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഞങ്ങൾ 4 പേരും കൂടി അങ്ങ് കഴിച്ചു തീർത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊന്ന് മാതാവിൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി മാതാവിൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. രാത്രിയല്ലേ, നല്ല രസമല്ലേ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. എന്നാൽ പിന്നെ പോകാം, ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.